ഹലോ, അപ്പോൾ നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇത് വൈകുന്നേരത്തെയും നാളത്തെയും ഒക്കെ കൂടി ചേർത്ത് വെച്ചാൽ 2 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോക്ക് ഒന്ന് സ്കിപ്പ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ഈ പരസ്യമൊക്കെ വരില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സഹായമാകും കേട്ടോ എന്തായാലും. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ്. 2 ദിവസത്തെ കൂടി ചേർത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. പാപ്പി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ പാപ്പിക്ക് വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലൈവായി കാണിക്കാൻ വേണ്ടി ഞാൻ ക്യാമറ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അറിയില്ല, പാപ്പിക്കും അറിയില്ല, ഇങ്ങോട്ട് മാറ്റിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ വന്നിട്ട് എന്തൊക്കെയാണ് പറയണമെന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു, നിങ്ങൾക്കും അറിയാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, വരും, ഒരു ദിവസം ഇരിക്കും, പിറ്റേ ദിവസം പോവും. അപ്പോൾ ഇതാ എത്തിയിട്ടുണ്ട്. കണ്ണാടിതാ കള്ളമായ കൊള്ളപ്പാ കണ്ണാടി വീട്ടി എന്താ പാപ്പി ഇത്? പഠിക്കാൻ സൗകര്യം നമസ്കാരം. തന്നെ മെലിഞ്ഞു പറ്റുന്നു. പിന്നെ നിങ്ങളാ വരുന്നത്, അവളല്ല. ഞാനോ? ഒരു ഫേസ് പാക്ക് ഇട്ടാൽ മതി. കുഴപ്പം ഞാൻ ഉണ്ടാക്കിട്ട് തക്കാളിക്ക് വില കൂടുതലാണ്. അത് എന്ത്, അതിന്റെ മഴ പെയ്യുന്ന സമയത്ത് ചാറിലൊക്കെ ഇങ്ങനെ തട്ടില്ലേ, അതുകൊണ്ട് അത് കേട് വന്നാണ്. ഇനി വാങ്ങിച്ചാൽ അത് കേട് വരില്ല. ഫാന് നേരെയാക്കാൻ ഓട്ടിന് മുകളിൽ വരില്ലേ, നമുക്കെല്ലാം കണ്ടു പറ്റാൻ. അമ്മ എന്താ അമ്മ, ഇവരെയൊക്കെ റിയൽ സ്വഭാവം അറിയണ്ട എല്ലാവർക്കും. അമ്മന്റെ റിയൽ സ്വഭാവം നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ അച്ഛാ? ഇവർക്ക് ആർക്കും വീഡിയോ ഓണാക്കി വെച്ചിരിക്കാൻ ഭയങ്കര ഇതായിട്ടിരിക്കുന്നില്ല. ഞങ്ങളെ വീഡിയോയിൽ സംസാരിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും സംസാരിച്ചത്, വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവരവരുടെ വഴിക്ക് എണീറ്റ് പോയി. പിന്നെ ഞാനും പാപ്പിയും കൂടി ഐസ്ക്രീം കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, അത് മെൽറ്റായി പോകില്ലേ, പാപ്പിക്കാണെങ്കിൽ വേണ്ട, അവൾക്ക് അതും ഇഷ്ടമല്ല. ഒരു സാധനം കഴിക്കണമുണ്ട്, നമ്മൾ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവൾ കഴിക്കുന്ന ഒരു ഉറപ്പും ഉണ്ടാവില്ല. തോന്നിയാൽ കഴിക്കും, ഇല്ലെങ്കിൽ കഴിക്കില്ല. നിർബന്ധം ഇത്തിരി ചോറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടി അതുമായിട്ട് അവൾ അങ്ങനെ പോകും കേട്ടോ. അതൊക്കെയാണ് അവളുടെ സ്വഭാവം. അപ്പോൾ ഐസ്ക്രീം കൊണ്ടുവന്ന് കഴിക്കാൻ കൊടുക്കുകയാണ്. അവൾ കഴിച്ചില്ല. പിന്നെ ഞാൻ തന്നെയാണ് കഴിച്ചത്. രോഷിയും ഒരെണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ വന്നിട്ട് വീഡിയോയിൽ കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ വീഡിയോ എടുത്താൽ മാത്രമല്ല കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചത്. പക്ഷേ ഫോണിന് എന്തോ പ്രശ്നം കൊണ്ടാണ് തോന്നുന്നു, വെളിച്ചം വന്നും പോയും വെളിച്ചം വന്നും അങ്ങനെ പോയി വീഡിയോയ്ക്ക് അത്ര ഫസ്റ്റൊന്നും അത്ര ക്ലാരിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. എനിക്കാണെങ്കിൽ നടുവിന് പ്രശ്നമുള്ളതുകൊണ്ട് അങ്ങോട്ട് നീങ്ങുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ എന്തായാലും പാപ്പിയും രോഷിയും ഒക്കെയും ഭയങ്കര സന്തോഷമായി. കുറേ ദിവസങ്ങൾക്ക് ശേഷമല്ല ഒരു ഐസ്ക്രീമൊക്കെ കിട്ടിയത്. പാപ്പിക്ക് സന്തോഷമായില്ല, കാരണം പാപ്പിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല. ഇവൾക്ക് ഏതറിയോ ഇഷ്ടം, ഈ ബൗളിലെ നമ്മൾ എടുക്കില്ലേ ഐസ്ക്രീം, അതാണ് ഇഷ്ടം. അത് കഴിച്ച് ശീലമായതുകൊണ്ട് അത് മാത്രമേ ഇഷ്ടമുള്ളൂ. പിന്നെ വൈകുന്നേരം അങ്ങനെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. ദോശയുണ്ടായിരുന്നു, പിന്നെ ഇത് ബിരിയാണിയാണ്. ബിരിയാണി കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, ബിരിയാണി കൊണ്ടുവരികയല്ലോ, അപ്പോൾ കുറേ ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. നോക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു
ബോക്സിലായിരുന്നു കൊണ്ടുവന്നത്. അത് വേറൊന്നുമല്ല, ഇവർക്ക് കോൺക്രീറ്റ് എന്തോ ആയിരുന്നു, അപ്പോൾ ബിരിയാണി ആയിരുന്നു അന്നത്തെ ഭക്ഷണം അവർക്ക് കൊടുക്കണത്. അപ്പോൾ അതിന് പാർസൽ ചെയ്ത് കൊണ്ടുവന്നതാണ്. പിന്നെ അങ്ങനെ എല്ലാവർക്കും ഈ 2 ദോശയൊക്കെ ഒഴിച്ച് ബിരിയാണി, ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. ചിക്കൻ കറിയും അതേപോലെ കഴിക്കാൻ കൊടുത്തതിനെ തന്നെയാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മൾ ദോശയ്ക്ക് കടല ഗ്രീൻ പീസ് കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ രാവിലെ, അതിൽ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ വൈകുന്നേരത്തെ ഭക്ഷണം ഇതൊക്കെയാണ് കേട്ടോ. ചോറും കുറച്ച് നമ്മുടെ രാവിലെ വെച്ച് ചോറും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പകൽ വരികയാണെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരാനും ഒക്കെ ഒരു ഇത് കിട്ടും. ഇത് പണി കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് വന്നിട്ട് രാവിലെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും, പാപ്പി ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്തിനാ പിന്നെ ഞങ്ങളെ കാണാൻ വരുന്നത്? ഇങ്ങനെ വരികയാണെങ്കിൽ പിന്നെ വന്നിട്ട് എന്താ കാര്യം? വന്നു പോയി എന്നല്ലാതെ വേറൊരു ഉപകാരവും ഇല്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യ സാധനം വാങ്ങിക്കാൻ പോകാനോ അല്ലെങ്കിൽ പിള്ളേരുടെ കൂടെ കുറച്ച് നേരം കളിക്കാനോ ഇരിക്കാനൊന്നും സമയം ഇല്ല. ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ വരും, രാവിലെ 5:30 ആകുമ്പോഴേക്കും ഇവിടുന്ന് പോവുകയും ചെയ്യും. പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് പോവുകയും ചെയ്യും. പിന്നെ അധിക സമയം ഇവിടെ ഇരിക്കാനും നിൽക്കാനൊന്നും ഇല്ലല്ലോ. പകലാണെങ്കിൽ പിള്ളേരൊക്കെ പാപ്പീൻ്റെ കൂടെ കളിക്കുക ചിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കുറേ കൂടി സന്തോഷം കിട്ടും. എന്നാലും രാത്രി ആണെങ്കിലും പാപ്പിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അച്ഛൻ വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കളിയും ചിരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ പാപ്പിക്കും രോഷിക്കും അച്ഛനും ഒക്കെ ഉള്ളതായിട്ട് വിളമ്പി, പാപ്പിയും എനിക്കും ഒരുമിച്ചായിരിക്കും എപ്പോഴും വിളമ്പണത്. അങ്ങനെ അതെടുത്തിട്ട് വന്നിട്ട് പാപ്പിക്ക് വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ പാപ്പി കാര്യമായിട്ടൊന്നും കഴിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല. അവൾക്ക് വേണ്ടാന്ന് തോന്നി കാണും തോന്നുന്നു. വായൊന്നും തുറന്നില്ല. അങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ കൊടുക്കണ്ടായിരുന്നു. കൊടുത്തിട്ട് കഴിക്കാതിരുന്നപ്പോൾ അവിടുന്ന് എണീറ്റ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ വരുന്ന കണ്ടപ്പോൾ പിന്നെ എണീറ്റ് പോയി, അവൾ കഴിക്കണില്ലല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ ഞാനും പാപ്പിയും കൂടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി കഴിക്കാതിരിക്കുകയാണ്. പാപ്പിക്ക് ദോശയാണ് ഇഷ്ടപ്പെട്ടത്. ബിരിയാണിനോടൊന്നും അത്ര താല്പര്യമില്ലാത്തൊരു കുട്ടിയാണ്. അവളുടെ ഇഷ്ടം എന്തോ അതിനനുസരിച്ച് നമ്മൾ പോകാമെന്നല്ലാതെ എന്ന് ചോദിച്ചാൽ അവൾക്ക് പറയാൻ അറിയാത്തൊരു കുറവ് മാത്രമേ ഉള്ളൂ. അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റണില്ല എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഇതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ പോകാമെന്ന് മാത്രം. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്ന സമയം 11:30 ആയിട്ടുണ്ട്. നമ്മുടെ സുന്ദരി പാപ്പി ഇവിടെ ഉറങ്ങി എണിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ കിടന്ന് കളിച്ച് മറിച്ച് എന്താ പറയുക, പറയാൻ വാക്ക് കിട്ടുന്നില്ല. അത്രയും സന്തോഷത്തോടെ കളിച്ചും ചിരിച്ചൊക്കെ കൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവൾ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആന നിൽക്കണതും അതും ഇതൊക്കെ കാണിച്ചു കൊടുക്കും. ഒരു 5-6 പ്രാവശ്യമൊക്കെ ആന നിന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞു. കാണിച്ചു കൊടുത്തിട്ട് വീണ്ടും 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 അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അവളുടെ കുഞ്ഞു മനസ്സിൽ സന്തോഷമല്ലല്ലേ, അവളുടെ സന്തോഷമല്ലേ നമുക്കും വലുത്. അവൾക്ക് ഇങ്ങനെ അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ കാണിച്ചു കൊടുക്കണത് തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ അവിടെ ക്ലാപ്പ് അടിക്കും, അത് ചെയ്യും ഇത് ചെയ്യും. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമുക്കും ഒരുപാട് സന്തോഷം കൂടുക എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പാപ്പിൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതേപോലെ തന്നെ ഒരുപാട് സന്തോഷമായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ഇങ്ങനെ അയ്യോ നമ്മുടെ ഇവിടുത്തെ ആളുകൾ ഇവരുടെ അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചോദിക്കും, ഉണ്ണിക്ക് എങ്ങനെയുണ്ട് ചോദിക്കാം. കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിൽക്കാൻ തുടങ്ങിയോ നടക്കാൻ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഒന്നും അവർ എന്താ പറയുക, ഇത്രയും മാറ്റം കിട്ടിയില്ല എന്ന് ഒരിക്കലും പറയില്ല അവർ. വന്ന കുട്ടി ഒന്ന് ഓടണം ചാടണം അതായിരിക്കും അവർ പറയണത്. പക്ഷേ അതൊക്കെ പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ കുറേ കാലമായിട്ട് നിൽക്കാതെയും നടക്കാതെ ഇരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഓടി നടക്കുക പറഞ്ഞാൽ അത് പെട്ടെന്നാവില്ല. എന്നാലും നമ്മളെ സംബന്ധിച്ച് പാപ്പിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. കാലങ്ങോട്ട് ബാക്കിലേക്ക് വെച്ചത് ഫ്രണ്ടിലേക്ക് എങ്ങനെ എടുക്കണം, വീഴാതെ എങ്ങനെ എടുക്കണം എന്ന് വരെ അവൾ പഠിച്ചിട്ടുണ്ട്. അത് അതേപോലെ ഇങ്ങനെ നീങ്ങിയിരിക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് ചുറ്റും ഒന്ന് നോക്കിയിട്ട് അവിടെയൊന്നും വീഴില്ല, സ്ഥലം ഉണ്ടെങ്കിൽ മാത്രം അവൾ അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുക എന്തെങ്കിലും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ ഇരുന്ന പോലെ തന്നെ ഇരിക്കും. അങ്ങനെ ഇത് പിറ്റേ ദിവസം രാവിലെയല്ല, ഇതും വൈകുന്നേരം ആവാറായി. പിറ്റേ ദിവസം വൈകുന്നേരമാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയത്. അച്ഛൻ പിന്നെ ഇന്നേക്ക് രാവിലെ തന്നെ പോയി, ഞാൻ പറഞ്ഞില്ല നേരത്തെ പാപ്പി ഉറങ്ങി എണീക്കണതിന് മുന്നേ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറിക്കാരൻ വന്നപ്പോൾ പോയി കുറച്ച് പച്ചക്കറിയൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പേരി ആകുമ്പോൾ കറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും തീരില്ല. അങ്ങനെ നമ്മുടെ പാപ്പി ഇതാ കാലൊക്കെ പൊക്കി കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കര ആരോഗ്യമുണ്ട്, എനിക്ക് എൻ്റെ കാലിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്.
അത് എപ്പോഴും കാണിച്ചു തരും. എന്താ വെച്ചാൽ ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡെയിലി നമ്മൾ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും വാ കൊണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും. അപ്പോൾ അത് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഓർമ്മ അങ്ങനെ നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഓർമ്മ നിൽക്കില്ല. ഇവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഓർമ്മശക്തി കുറഞ്ഞു പോകും. ഇന്ന് ചെയ്ത കാര്യം നാളെ ചെയ്യണമെന്ന് ഒരു ഉറപ്പും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ ചെയ്യിപ്പിച്ചും പറഞ്ഞും ചെയ്യിപ്പിച്ചും കൊണ്ടേ ഇരിക്കുക എന്നുണ്ടെങ്കിൽ അവരത് മറക്കില്ല. അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് സമയമാണെങ്കിലും ശരി, അവളുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞും ചെയ്തും അത് ചെയ്യ് പാപ്പി, ഇത് ചെയ്യ് പാപ്പി, എൻ്റെ കയ്യിലെത്താ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ രോഷി പറയും അമ്മയ്ക്കും പാപ്പിക്കും ഒരു എന്താ പറയുക, സംസാരിക്കാതിരിക്കണ ഒരു സമയമേ ഉണ്ടാവില്ല എന്ന് പറയും. അതും ഒരു സന്തോഷമല്ലേ. അത് കഴിഞ്ഞ് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ രാവിലത്തെയാണ്. ഒരു 10-11 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല പച്ചക്കറി വാങ്ങിച്ചില്ല. അപ്പോൾ നമ്മളൊരു തണ്ണിമത്തൻ, നമ്മുടെ അവിടെ തണ്ണിമത്തൻ പറയും, നിങ്ങളുടെ അവിടെ എന്ത് പറയുമെന്ന് അറിയില്ല. അപ്പോൾ അതിനെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് ജ്യൂസ് ഉണ്ടാക്കാമെന്നുണ്ട്. നമ്മുടെ പാപ്പിക്ക് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല, അവൾ കഴിക്കില്ല. നമ്മളിതൊക്കെ എടുത്ത് ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളം അവൾ കുടിക്കും. അതും നല്ല കാര്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ രോഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ ലൈക്കും എന്താ പറയുക കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബ് കുറച്ച് പേരിൽ കൂടി വീഡിയോസ് എത്തിക്കും. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് റീച്ചായി കിട്ടും. അത് റീച്ചാവുന്ന ഒരു വീഡിയോ ഒക്കെ 1 മണിക്കൂർ കൊണ്ട് 1 ലക്ഷം 2 ലക്ഷം വ്യൂസൊക്കെ കിട്ടും. നമ്മുടെ ഒരു 100 വ്യൂസ് കിട്ടണമെങ്കിൽ തന്നെ 2 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും എല്ലാം ഒരു ദിവസം ശരിയാവുമായിരിക്കാം എന്ന് വിചാരിക്കുക. എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ, അവരുടെ വീഡിയോ പറഞ്ഞാൽ അതിൻ്റേതായ ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മുടെ ഫോണ് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ എന്താ പറയുക ഇരുണ്ടും വെളുത്തൊക്കെ വരുന്നത് ഫോണിൻ്റെ കുഴപ്പമാണ്. ഒക്കെ ഒരു ദിവസം ശരിയാവും.